ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളികൾ വലിയ ആവേശത്തോടെ കാത്തിരിക്കുന്ന ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം ദൃശ്യം 3 എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ റൂമേഴ്സ് ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ വർഷം സെപ്റ്റംബറിൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി എത്തുന്ന സിനിമയുടെ റിലീസ് വരെ ഇപ്പോഴിത് ഉറപ്പിക്കപ്പെട്ടു എന്നാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അത് പ്രകാരം 2026 മാർച്ച് അവസാനത്തോടെ സിനിമ തിയേറ്ററുകളിലേക്കെത്തും. പെരുന്നാൾ റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്കെത്തും എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2025 മാർച്ച് അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിയത് എമ്പുരാനാണെങ്കിൽ അടുത്ത വർഷം മാർച്ച് അവസാനവും നമ്മുടെ ആശീർവാദ സിനിമാസ് ലാലേട്ടൻ കോംബോയ്ക്ക് തിയേറ്ററുകളിലേക്ക് ഒരു സിനിമ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. ഒരുപക്ഷെ എമ്പുരാനേക്കാൾ വലിയ റീച്ച് പാൻ ഇന്ത്യൻ റീച്ച് എല്ലാം തന്നെ നേടിയെടുക്കാൻ സാധ്യതയുള്ള സിനിമയായിട്ടാണ് ദൃശ്യം 3 നാം കണക്കാക്കുന്നത്. അപ്പോൾ ഈ വർഷം സെപ്റ്റംബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ദൃശ്യം 3യുടെ കൂടുതൽ വാർത്തകൾ പ്രേക്ഷകർ കാത്തിരിക്കൂ. ലാലേട്ടൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയിലാണല്ലോ. ചിത്രത്തിന്റെ ഷൂട്ട് ഇപ്പോൾ ശ്രീലങ്കയിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ശ്രീലങ്കയിൽ എത്തിയിരുന്നു. അവിടെ ലാലേട്ടന് വളരെ മികച്ചൊരു സ്വീകരണമെല്ലാം തന്നെയാണ് ഇത്തവണ ലഭ്യമായത്. ലാലേട്ടൻ 2ാം തവണയാണ് ശ്രീലങ്കയിൽ എത്തുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷെഡ്യൂളിൽ ഏകദേശം 10 ദിവസത്തെ ഷൂട്ടുണ്ട് എന്നും അതിൽ 5ഓളം ദിവസങ്ങളിൽ ലാലേട്ടന് ശ്രീലങ്കയിൽ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഉണ്ട് എന്നൊരു റിപ്പോർട്ട് കൂടിയാണ് വന്നിരിക്കുന്നത്. ശ്രീലങ്ക ഷെഡ്യൂൾ പൂർത്തിയായാൽ പിന്നെ കൊച്ചിയിലാണ് ലാലേട്ടന്റെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട അടുത്ത ഷെഡ്യൂൾ. ഏകദേശം 5ഓളം ദിവസത്തെ ഷൂട്ട് അവിടെയുമുണ്ട്. അതിനുശേഷമുള്ള ലാലേട്ടന്റെ സിനിമയിലെ ഷൂട്ടിംഗ് ഷെഡ്യൂളിനെ കുറിച്ച് നിലവിൽ വ്യക്തതയില്ല. എന്തായാലും മമ്മൂട്ടി ചേട്ടൻ തിരികെ എത്തിയാൽ മാത്രമേ ഇനിയുള്ള സിനിമയുടെ ബാക്കി ഷെഡ്യൂളിനെ കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് പുറത്തുവരികയുള്ളൂ. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.